കഥയാരംഭിക്കുന്നത് കനത്ത മഴയിലൂടെ വരുന്ന ഒരു മിലിറ്ററി വാനിലൂടെയാണ്. ചില ഫലസ്തീനികളെ ഇസ്രായേൽ സൈനികർ പിടികൂടി തടവറയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ തടവുകാർക്കിടയിൽ ഒരു സ്കൂൾ അധ്യാപികയുമുണ്ട്. ലയാൽ എന്നായിരുന്നു അവരുടെ പേര്. ഫലസ്തീനിൽ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന ലയാൽ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള നിരന്തരമായ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാൻ, മെച്ചപ്പെട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കാനഡയിലേക്ക് കുടിയേറാൻ പദ്ധതിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്താണ് അവർ ഭയപ്പെട്ടത് സംഭവിച്ചത്. തീവ്രവാദികളെ സഹായിച്ചു എന്നാരോപിച്ച് ഇസ്രായേൽ സൈന്യം ലയാലിനെ അറസ്റ്റ് ചെയ്തു. ലയാൽ അങ്ങനെ ജയിലിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ജയിലിലെ ഇരുട്ട് നിറഞ്ഞ സെല്ലിൽ ലയാൽ അടയ്ക്കപ്പെട്ടു. സ്വയം മോചിതയാവാതിരിക്കാൻ അവളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരുന്നു. അവൾ വല്ലാതെ ഭയന്നിരുന്നു. വായുസഞ്ചാരത്തിനായി ഒരു ജനലോ ഫാനോ പോലുമില്ലാത്ത അങ്ങനെയൊരു മുറി അവൾ ജീവിതത്തിൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തായി നടക്കുന്നതെന്ന് പോലും ലയാലിനപ്പോൾ മനസ്സിലാവുന്നുമുണ്ടായിരുന്നില്ല. ആ സമയം ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥനെത്തി അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൾ ഏത് തീവ്രവാദ സംഘടനയുടെ ഭാഗമാണെന്നും അവളുടെ പ്രവൃത്തിയെ പറ്റിയുമെല്ലാം അയാൾ ചോദ്യം ചെയ്തു. പക്ഷേ താനൊരു തീവ്രവാദിയല്ലെന്നും ഒരു തീവ്രവാദ സംഘടനയിലും അംഗമല്ലെന്നും വെറുമൊരു അധ്യാപികയാണെന്നും അവൾ മറുപടി കൊടുത്തു. പേനയോടും പുസ്തകത്തോടും മാത്രമാണ് തനിക്ക് ബന്ധമെന്നും വെടിയുണ്ടകളോടും സ്ഫോടക വസ്തുക്കളോടല്ലെന്നും അവൾ പറഞ്ഞു. അപ്പോഴാണ് ആ ഉദ്യോഗസ്ഥൻ ആ ചോദ്യം ചോദിച്ചത്. നീ എന്തിനാണ് ആ സമയത്ത് അവിടെ വന്നത്? നീ ആ പയ്യനെ സഹായിച്ചു, അവന് കാറിൽ ലിഫ്റ്റ് കൊടുത്തു, അതെന്തിനായിരുന്നു? അവനെ നിനക്കറിയാമോ? എനിക്കവനെ അറിയില്ല. അവൻ ലിഫ്റ്റ് ചോദിക്കുമ്പോൾ പരിക്ക് പറ്റിയിരുന്നു. ഞാൻ അവനെ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. ധൈര്യമായിട്ട് പറ, പേടിക്കണ്ട. ഇൻഫർമേഷൻ തന്നാൽ നിന്നെ വെറുതെ വിട്ടേക്കാം, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പക്ഷെ അറിയാത്ത ഒരാളെ പറ്റി എങ്ങനെ പറയും? ലയാൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. താൻ നിരപരാധിയാണെന്ന് അവൾ ദുഃഖത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ അതൊന്നും ചെവികൊണ്ടതേയില്ല. അടുത്ത ദിവസം ഇസ്രായേൽ വനിതാ ഉദ്യോഗസ്ഥർ ലയാലിനെ വിശദമായി പരിശോധിച്ചു. പരിശോധനയ്ക്കിടയിൽ അവൾ അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടു. ഒടുവിൽ ആ ജയിലിലെ 735 നമ്പർ തടവുകാരിയായി അവൾ അകത്തേക്ക് കൊണ്ടുപോകപ്പെടുകയായിരുന്നു. പുതിയ സെല്ലിലേക്ക് പോകുമ്പോൾ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ എല്ലാ വശത്തു നിന്നും വേദന നിറഞ്ഞ നിലവിളികളും കുറ്റവാളികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ശബ്ദവും ലയാലിനെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ലയാലൊടുവിൽ തന്റെ സെല്ലിന് മുമ്പിലെത്തി. ആ സെല്ലിലെ തടവുകാർ ഫലസ്തീനികളായിരുന്നില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള, കൂടുതലും ഇസ്രായേലിൽ നിന്നു തന്നെയുള്ള കുറ്റവാളികളായിരുന്നു അവർ. അവരാണെങ്കിൽ പരസ്പരം വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. കൂട്ടത്തിൽ തടിച്ച പ്രകൃതമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പേര് റേച്ചൽ എന്നാണ്. ആ സെല്ലിലെ നേതാവിനെ പോലെ തോന്നിക്കുന്ന മറ്റൊരു സ്ത്രീയുണ്ട്. ശുലാമിത്ത് എന്നാണ് അവളുടെ പേര്. ലയാലിനെ കണ്ടയുടനെ ശുലാമിത്ത് അവളെ ശല്യം ചെയ്യാൻ തുടങ്ങി. നീ ഒരു അറബിയാണോ? ആണല്ലേ, നിന്നെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളാണ്, അവൾ ലയാലിനോട് പറഞ്ഞു. പക്ഷേ ലയാലൊന്നും മിണ്ടാതെ നിശബ്ദിയായി നിന്നതേയുള്ളൂ. റേച്ചൽ ശുലാമിത്തിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് മാറിക്കോളൂ, ഇവളെ ഞാൻ നോക്കിക്കോളാം. അന്ന് രാത്രി മറ്റ് തടവുകാർ ലഹരിയിൽ മുഴുകിയപ്പോൾ ലയാൽ ഒരു മൂലയിൽ നിശബ്ദിയായിട്ടിരുന്നു. വല്ലാത്തൊരു ഭയം അവളിൽ നിറഞ്ഞിരുന്നു. അടുത്ത ദിവസം രാവിലെ എല്ലാ തടവുകാരെയും പുറത്തേക്ക് കൊണ്ടുപോവാൻ തുടങ്ങി. സ്ത്രീകളുടെ ആ തടവറയുടെ മറുവശത്ത് മതിലിനപ്പുറം പുരുഷന്മാരുടെ തടവറയുമുണ്ട്. പുറത്തേക്കെത്തിയതും അവിടുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തി ലയാൽ സഹായം അഭ്യർത്ഥിച്ചു. തന്റെ ഭർത്താവിനെ തനിക്ക് കോണ്ടാക്ട് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അവിടുണ്ടായിരുന്ന ശുലാമിത്തും മറ്റും അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. സനയെന്ന മറ്റൊരു ഫലസ്തീൻ തടവുകാരിയും ഇത് നോക്കിക്കാണുന്നുണ്ട്. ലയാല് വീണ്ടും ആ ഉദ്യോഗസ്ഥയോട് അപേക്ഷിച്ചു. ആദ്യം അവഗണിച്ച ആ ഉദ്യോഗസ്ഥ ഇത്തവണ ലയാലിനെ നോക്കി തലകുലുക്കി. അത് കണ്ടുനിന്ന സനയെന്ന തടവുകാരി അർത്ഥം വെച്ച് പറഞ്ഞു, അവരുമായി ഒരു എഗ്രിമെന്റിലെത്താൻ നോക്കുകയാണോ? ലയാൽ ഒന്നും മിണ്ടിയില്ല. പിന്നീട് ലയാൽ അവിടുത്തെ ജയിലറുടെ അടുക്കലേക്ക് എത്തിക്കപ്പെട്ടു. ജയിലർ അവളോടായി പറഞ്ഞു, നീ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ നിന്റെ ശിക്ഷയിൽ ഇളവ് വരുത്താൻ സാധിക്കും. പക്ഷേ താൻ ചെയ്യാത്ത കുറ്റത്തിന് എന്തിനു ശിക്ഷ അനുഭവിക്കണം എന്നായിരുന്നു ലയാലിന്റെ ചിന്ത. അവളുടെ മറുപടി കേട്ടതും ജയിലർ തുടർന്നു പറഞ്ഞു, നിനക്ക് ഞങ്ങളിൽ നിന്നെന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളെ സഹായിക്കേണ്ടി വരും. ജയിലർ ലയാലിനൊരു ജോലി നൽകി. ഫലസ്തീനികളായ തടവുപുള്ളികൾ പുറത്തുള്ളവരുമായി എങ്ങനെയോ ബന്ധപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നീ കണ്ടെത്തി അറിയിക്കണം. പ്രത്യേകിച്ചും ആ കൈയില്ലാത്ത തടവുപുള്ളി. ലയാൽ മറുപടി പറഞ്ഞില്ല. പക്ഷേ ലയാലിന് ഭർത്താവുമായി സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. ഭർത്താവ് ആദ്യമേ അവളെ കുറ്റപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരു ലിഫ്റ്റ് കൊടുത്ത കാര്യമൊന്നും തന്നോട് പറഞ്ഞില്ലല്ലോ എന്ന തരത്തിൽ ചോദിച്ച് ഫരീദ് കുറച്ച് ദേഷ്യപ്പെട്ടു. പക്ഷെ ലയാൽ പറഞ്ഞു, പറയാൻ മാത്രമുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, പിന്നെന്തിനാണ് പറയുന്നത്? ഒടുവിൽ ഫരീദ് ഒരു ദീർഘനിശ്വാസം എടുത്തു പറഞ്ഞു, ഒരേ ഒരു വഴിയേ ഉള്ളൂ. ലയാൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞാലേ അവളെ രക്ഷപ്പെടുത്താൻ പറ്റൂ. ലിഫ്റ്റ് ചോദിച്ച് അവളുടെ കാറിൽ കയറിയ തീവ്രവാദിയെന്ന് അവർ പറയുന്ന ആ പയ്യൻ വെറുതെ കാറിൽ കയറിയതല്ലെന്നും കത്തികാട്ടി അവളെ ഭീഷണിപ്പെടുത്തി കയറിയതാണെന്നും പറയുവാൻ അയാൾ ആവശ്യപ്പെട്ടു. ലയാൽ മനസ്സില്ലാ മനസ്സോടെ തലകുലുക്കി.
ലയാല് തിരികെ സെല്ലിലെത്തിയപ്പോൾ അവിടെ താഴെ ഒരു പെൻസിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അതെടുത്തതും അതിനെപ്പറ്റി ചൊല്ലി ശുലാമിത്തുമായി അവിടെ ഒരു തർക്കമുണ്ടായി. തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ വിട്ടു. ഉടൻ ശുലാമിത്ത് പറഞ്ഞു, ഇവള് ഫലസ്തീനികൾക്ക് രഹസ്യമായ സന്ദേശം അയക്കുന്നുണ്ട്. ശുലാമിത്ത് നുണ പറഞ്ഞതായിരുന്നു. എങ്കിലും ആ ഉദ്യോഗസ്ഥ ലയാലിനെ പിടിച്ചുകൊണ്ടുപോയി അവിടുത്തെ ഒരു ഇരുട്ടറയിലേക്ക് മാറ്റി. ഏകാന്ത തടവറ. ആ തടവറയിൽ ലയാൽ കരഞ്ഞു തളർന്നു. അവൾ ഛർദ്ദിച്ചു. ഉദ്യോഗസ്ഥ അവളുടെ അവസ്ഥ കണ്ടു. ഉടനെ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിച്ചു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ചോദിച്ചു, നീ ഗർഭിണിയാണെന്ന കാര്യം നിനക്കറിയാൻ പാടില്ലേ? ലയാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവളൊരു അമ്മയാവാൻ പോകുന്നു. ജയിലിൽ പ്രസവിക്കാൻ നിയമങ്ങളില്ല. കുട്ടിയെ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കിക്കോളൂ എന്നായിരുന്നു ജയിലറുടെ നിർദ്ദേശം. പക്ഷേ അതിന് സാധ്യമാവില്ല എന്ന് ഡോക്ടർ അറിയിച്ചു. അവൾക്ക് വിശ്രമം വേണമെന്നും മറ്റൊരു സെല്ലിലേക്ക് മാറ്റണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ ലയാൽ ഫലസ്തീനികൾ മാത്രമുള്ള പുതിയ സെല്ലിലേക്ക് മാറ്റപ്പെടുകയാണ്. ആ സെല്ലിലെ റിഹാൻ എന്ന പെൺകുട്ടിയായിരുന്നു ലയാലിനെ സ്വീകരിച്ചത്. അവിടെയുള്ള മറ്റുള്ളവർക്ക് ലയാലിനെ അവൾ പരിചയപ്പെടുത്തി. ലിയാലി, ജമീല, സന എന്നിവരായിരുന്നു അവർ. ലിയാലിയുടെ 2 കൊച്ചുമക്കളും അവരുടെ ജയിലിനോട് ചേർന്ന ആണുങ്ങളുടെ ജയിലിലുണ്ട്. സനയാകട്ടെ ഒരു യുദ്ധവിപ്ലവകാരിയായിരുന്നു. ലെബനൻ സ്വദേശിയായ അവർ ഇസ്രായേലിനെതിരെ പോരാടിയതിനാണ് കഴിഞ്ഞ 15 വർഷമായി തടവിൽ കഴിയുന്നത്. സനയ്ക്ക് ഒരു കൈയില്ല. ഉദ്യോഗസ്ഥരുടെ ചാരയായിട്ടാണോ അവൾ തങ്ങളുടെ മുറിയിലേക്ക് എത്തിയത് എന്ന് സനയ്ക്ക് സംശയമുണ്ടായിരുന്നു. സന ആരെയും വേഗം വിശ്വസിക്കില്ല. സന അവളെ എതിരിട്ടു. നീ എന്തിനാ ഉദ്യോഗസ്ഥരുടെ മുറിയിൽ പോയത്? എന്തിനാ ഞങ്ങളുടെ സെല്ലിലേക്ക് വന്നത്? നിനക്ക് നിന്റെ ഭർത്താവിനെ കാണാൻ സാധിച്ചല്ലോ. എന്ത് കരാറാ നീ അവരുമായിട്ടുണ്ടാക്കിയത്? സന അവളെ ചോദ്യം ചെയ്തു. ലയാലാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. പക്ഷേ റിഹാനെത്തി സനയെ ശാന്തയാക്കി. ലയാലിനെ കൂട്ടിക്കൊണ്ടുപോയി തന്റെ കട്ടിലിൽ ഇരുത്തി അവളെ ആശ്വസിപ്പിച്ചു. ആ സെല്ലിലെ എല്ലാവരും സാധാരണ സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് ലയാലിന് ആശ്വാസം അനുഭവപ്പെട്ടു. ആദ്യമായാണ് ലയാലിന് ജയിലിൽ കിടക്കാൻ ഒരു കട്ടിലിൽ പോലും കിട്ടിയത്. അവളന്ന് സുഖമായിട്ട് കിടന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. ഉച്ചഭക്ഷണത്തിനു ശേഷം രാത്രിയിൽ തടവുകാർ പ്രതീകാത്മകമായ ഭാഷയിൽ വീട്ടുകാർക്കും അടുത്ത ആളുകൾക്കും കത്തുകൾ എഴുതി. സ്നേഹവും വസ്ത്രവും ഭക്ഷണവും ഒക്കെയായിരുന്നു ആ കത്തുകളിലെ ഉള്ളടക്കം. ജയിലറും മറ്റും അറിയാതെ രഹസ്യമായി എഴുതുന്ന കത്തുകളാണത്. അടുത്ത ദിവസം ജയിലർ ലയാലിനെ തന്റെ മുറിയിലേക്ക് വിളിച്ചു. എപ്പോഴാണ് ലയാൽ ഗർഭഛിദ്രം ചെയ്യുക എന്നായിരുന്നു ജയിലറുടെ ചോദ്യം. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ലയാൽ മറുപടി കൊടുത്തു. ഉടൻ ഫരീദിനെ വിളിക്കാൻ പറഞ്ഞ് അവർ ഫോൺ അനുവദിച്ചു. ലയാൽ ഫരീദിനെ വിളിച്ച് വിവരം പറഞ്ഞു. പക്ഷേ ഫോണിന്റെ മറുതലയ്ക്കൽ ഫരീദ് നിശബ്ദനായിരുന്നതേയുള്ളൂ. അയാളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ലയാൽ ആവർത്തിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞെങ്കിലും ഫരീദ് മിണ്ടിയില്ല. ജയിലർ ഒടുവിൽ ഫോൺ വാങ്ങി അത് കട്ട് ചെയ്തു. ഇതേ സമയം മറുവശത്ത് ലയാലിന്റെ സെല്ലിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നു ചെല്ലുകയായിരുന്നു. അവർ ആ സെല്ലിൽ പരിശോധന നടത്തി. പരിശോധനയിൽ തലേന്നെഴുതിയ കത്തുകളായ കുറിപ്പുകൾ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. പിന്നാലെയാണ് ലയാല് വന്നത്. ലയാൽ ഇതൊക്കെ കണ്ട് നോക്കി നിന്നു. ജമീലയുടെ ബെഡിൽ നിന്നായിരുന്നു കത്തുകൾ കണ്ടെടുത്തത്. ഉദ്യോഗസ്ഥ ജമീലയെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചെങ്കിലും ജമീല മിണ്ടിയില്ല. അവളെ മർദ്ദിച്ചെങ്കിലും അവളൊന്നും പറഞ്ഞതേയില്ല. അതോടെ ബലമായി ജമീലയെ ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ടുപോയി. സെല്ലിലെ മറ്റുള്ളവർ അത് തടയാൻ നോക്കിയെങ്കിലും വിഫലമായിരുന്നു ഫലം. ഉദ്യോഗസ്ഥർക്കൊപ്പമാണല്ലോ ലയാല് കടന്നു വന്നത്. ലയാലാണ് അവരെ ഒറ്റിയത് എന്ന് ചിന്തിച്ച് സന ലയാലിനെ എതിരിട്ടു. നിന്റെ ഭർത്താവുമായി സംസാരിക്കാൻ വേണ്ടി നീ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തല്ലേ എന്ന മട്ടിൽ ദേഷ്യത്തിലായിരുന്നു സന ലയാലിനെ എതിരിട്ടത്. മറ്റുള്ളവർ സനയെ തടയാൻ ശ്രമിച്ചു. ലയാൽ ഗർഭിണിയാണ് എന്ന വിവരവും അവർ വെളിപ്പെടുത്തി. പക്ഷേ തർക്കത്തിനിടയിൽ ലയാലിന്റെ കൈമുറിഞ്ഞു. വൈകാതെ ലയാൽ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. മറുവശത്ത് ജമീലയാകട്ടെ ക്രൂരമായി ഉപദ്രവിക്കപ്പെടുകയായിരുന്നു. ജയിലിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെട്ട ലയാലിന്റെ കയ്യിൽ ഫലസ്തീനിയൻ തടവുപുള്ളി കൂടിയായിരുന്ന ഡോക്ടർ ഐമാനായിരുന്നു സ്റ്റിച്ചിട്ടത്. ഐമാൻ സ്നേഹത്തോടെ ലയാലിനെ പരിചരിച്ചു. അവൾക്ക് ഭക്ഷണവും മറ്റും കൊടുത്തു. അടുത്ത ദിവസം ജയിലിലെ ക്യാന്റീനിൽ വെച്ച് റേച്ചലും സനയും തമ്മിൽ വലിയ പ്രശ്നം തന്നെ ഉണ്ടായി. റേച്ചൽ സനയുടെ ദേഹത്തേക്ക് നൂഡിൽസ് വലിച്ചെറിഞ്ഞ് അവളെ ഉപദ്രവിക്കാനും അപവാദങ്ങൾ പറഞ്ഞ് അപമാനിക്കാനും ശ്രമിച്ചു. അതിന്റെ പേരിലായിരുന്നു വാക്കുതർക്കം തുടങ്ങിയത്. വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് മാറി. ഒടുവിൽ ഉദ്യോഗസ്ഥർ ഇടപെട്ടു. പക്ഷേ റേച്ചലാണ് തെറ്റ് ചെയ്തതെങ്കിലും സനയുടെ നേർക്കായിരുന്നു ഉദ്യോഗസ്ഥർ ഉപദ്രവം നടത്തിയത്. ആക്രമണങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥ സനയെന്ന് ഭീഷണിപ്പെടുത്തി. അന്നത്തെ ആ സംഭവത്തിനു ശേഷം ലയാൽ വല്ലാതെ ഭയപ്പെട്ടു. ആ ജയിലിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ എങ്ങനെ താനൊരു കുഞ്ഞിന് ജന്മം നൽകും എന്ന ഭയം അവളിൽ വളർന്നു വന്നു. കൂട്ടത്തിൽ റിഹാനാണെങ്കിൽ സനയും കൂടെയുള്ളവരും എപ്പോഴും പ്രശ്നമുണ്ടാക്കുകയാണ് എന്ന മട്ടിലൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു.
അടുത്ത ദിവസം ലയാലിന്റെ അഭിഭാഷകയും അമ്മയും അവളെ കാണാൻ ജയിലിലെത്തി. കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ അവർ ലയാലിന് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം കോടതിയിൽ വാദം ആരംഭിക്കുകയാണ്. ലയാലിന്റെ വക്കീൽ വാദങ്ങൾ മുന്നോട്ട് നിരത്തി. ലയാൽ ഒരു അമ്മയാണെന്നും ഭർത്താവുമൊത്ത സന്തോഷത്തിൽ ജീവിച്ചിരുന്നൊരു സ്ത്രീയാണെന്നും കാനഡയിലേക്ക് പോവാൻ വേണ്ട കാര്യങ്ങൾ അവർ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നെന്നും അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിൽ തീവ്രവാദാക്രമത്തിൽ പങ്കെടുക്കുമോ എന്ന് തോന്നുന്നുണ്ടോ എന്ന തരത്തിലും വക്കീൽ ചോദ്യമുയർത്തി. പിന്നാലെ മിലിറ്ററി കോർട്ടിലെ ഉദ്യോഗസ്ഥർ ഒരു പയ്യനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ലയാലിന്റെ കാറിൽ ലിഫ്റ്റ് ചോദിച്ചു കയറിയ ചെറിയ പ്രായമുള്ളൊരു പയ്യൻ. ജഡ്ജായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ലയാലിനോട് ചോദിച്ചു, ഈ പയ്യൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാണോ നിങ്ങളുടെ കാറിൽ കയറിയത്? ലയാൽ ആ പയ്യനെ നോക്കി. അവൻ ഒരിക്കലും അവളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. പരിക്ക് പറ്റിയിരുന്ന അവന് ലയാൽ ലിഫ്റ്റ് കൊടുക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി കളവ് പറയാൻ ലയാലിന് തോന്നിയില്ല. അവൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് തന്നെ ലയാൽ പറഞ്ഞു. പക്ഷേ അത് തനിക്കെതിരെയുള്ള തെളിവായി മാറും എന്ന് ലയാൽ ചിന്തിച്ചതേയില്ല. തൊട്ടുപുറകെ അവർ വിധി പറഞ്ഞു. തീവ്രവാദിയെ സഹായിച്ചു എന്ന കുറ്റത്തിന്റെ പേരിൽ ലയാലിന് 8 കൊല്ലം തടവ് ശിക്ഷ വിധിക്കപ്പെട്ടു. ലയാല് വല്ലാതെ നിരാശയിലാണ്ട് പോയിരുന്നു. പക്ഷേ അവൾക്ക് ചെയ്യാൻ മറ്റൊന്നുമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ലയാലിന്റെ ഭർത്താവ് ഫരീദ് ലയാലിനെ കാണാൻ ജയിലിലെത്തി. ഇസ്രായേലികൾ തങ്ങളുടെ വീട് തകർത്തെന്നും നമ്മുടെ കാനഡ വിസ എക്സ്പയർ ആവാൻ പോവുകയാണെന്നും ഇനിയും ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ലെന്നും താൻ കാനഡയിലേക്ക് പോവാൻ തീരുമാനിച്ചു എന്നും ഫരീദ് പറഞ്ഞു. കാനഡയിൽ പോയി നമുക്കായി ഒരിടം കണ്ടെത്തി താൻ സെറ്റിൽ ചെയ്ത് നിൽക്കാം എന്നായിരുന്നു ഫരീദ് വ്യക്തമാക്കിയത്. ലയാല് ചോദിച്ചു, എന്നെയും ജനിക്കാൻ പോകുന്ന കുട്ടിയെയും ഒഴിവാക്കി നിങ്ങൾ പോകുവാണോ? അയാളുടെ മറുചോദ്യം വന്നു, നീ ആ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പോകുവാണോ? നീ ഇപ്പോൾ ജയിലിലാണുള്ളത്. 8 കൊല്ലമാണ് നിന്റെ തടവ് ശിക്ഷ. നിനക്കെന്താ ബോധമില്ലേ? മനസ്സിലാവുന്നില്ലേ? ലയാലിന് ഭർത്താവിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ സാധിച്ചില്ല. ലയാല് ദേഷ്യത്തിൽ പറഞ്ഞു, എന്റെ കുട്ടിയെ ഇല്ലായ്മ ചെയ്യണം എന്നാണ് നീ പറയുന്നതെങ്കിൽ അതിന് ഞാൻ തയ്യാറല്ല. നീ നിന്റെ പുതിയ ജീവിതം നോക്കിക്കോളൂ. എനിക്കും എന്റെ കുഞ്ഞിനും വേണ്ടി ഇനി നീ വിഷമിക്കണ്ട. നീ പൊക്കോളൂ. ഫരീദിന് ഒന്നും മിണ്ടാനുണ്ടായിരുന്നില്ല. അയാൾ അവിടുന്ന് മടങ്ങി. നാളുകൾ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ ജനാലയ്ക്കരികിൽ വന്നു നിന്ന് പുറത്തു പറക്കുന്ന പക്ഷികളെ ലയാല് നോക്കി നിൽക്കും. സ്വാതന്ത്ര്യമില്ലാതെ അവർ ബന്ധനസ്ഥരായിരിക്കുന്നു. പക്ഷികൾ സ്വാതന്ത്ര്യത്തിൽ പറന്നു നടക്കുന്നു. ഒരു ദിവസം സെല്ലിലേക്ക് കത്തുകൾ വന്നു. ലയാലിനും കുട്ടികളുടെ കത്തുണ്ടായിരുന്നു. അവരുടെ ഫോട്ടോ തങ്ങൾ ലയാലിനെ മിസ് ചെയ്യുന്നെന്നായിരുന്നു ആ കുട്ടികൾ എഴുതിയിരുന്നത്. ലയാൽ പഠിപ്പിച്ചിരുന്ന കുട്ടികൾ. കത്ത് കിട്ടിയതിന്റെ സന്തോഷത്തിൽ എല്ലാവരും പരസ്പരം സംസാരിച്ചു. ആണുങ്ങളുടെ തടവറയിൽ പേരക്കുട്ടികളുള്ള അവരുടെ തടവറയിലെ സ്ത്രീ ജമീലയ്ക്കും സഹോദരിക്കും തന്റെ പേരക്കുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞു. അവരുടെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു. മൊത്തത്തിൽ അന്ന് ആ ജയിലറ സന്തോഷത്തിന്റേതായിരുന്നു. ആണുങ്ങളുടെ തടവറയിലേക്ക് എങ്ങനെയാണ് കത്തുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നത് ലയാലിന് അടുത്തൊരു ദിവസം മനസ്സിലായി. അവിടുത്തെ മതിലിലൊരു ദ്വാരമിട്ടിട്ടുണ്ട്. അതുവഴി ആരും കാണാതെ കത്തുകൾ തിരികെ വെക്കും. മറുവശത്തുള്ളവർ അത് എടുക്കുകയും ചെയ്യും. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം ലയാലിന്റെ വക്കീൽ ജയിലറെ കാണാനെത്തി. ലയാലിന്റെ ഗർഭാവസ്ഥ പൂർണ്ണ ഗർഭാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ലയാലിനെ സഹായിക്കാൻ കൂടെ നിൽക്കാൻ ലയാലിന്റെ അമ്മ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് ജയിലറോട് റിക്വസ്റ്റ് ചെയ്യാനായിരുന്നു അവരെത്തിയത്. പക്ഷേ ജയിലർ സെക്യൂരിറ്റിയുടെ പേര് പറഞ്ഞ് അത് വിസമ്മതിച്ചു. കുറച്ച് മനസാക്ഷി കാണിച്ചുകൂടെ എന്ന് അഡ്വക്കറ്റ് ചോദിച്ചപ്പോ ജയിലർ അത് തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. അടുത്ത ദിവസം അലക്കും മറ്റും നടക്കുന്ന സമയത്ത് ലയാൽ ഒരു കാഴ്ച കണ്ടു. മയക്കുമരുന്ന് ഉപയോഗിച്ച ശുലാമിത്ത് ഏറെ അവശതയിൽ കിടക്കുന്നു. ആദ്യം ശുലാമിത്തിനെ അവിടെ വിട്ടുകളയാനായിരുന്നു ലയാലിന് തോന്നിയത്. പക്ഷെ അവളുടെ ഉള്ളിലെ മനുഷ്യത്വം ഉണർന്നു. അങ്ങനെ ഉപേക്ഷിച്ചാൽ അവൾ മരണപ്പെട്ടേക്കും എന്ന് ചിന്തിച്ച ലയാൽ ശുലാമിത്തിനെ ആശുപത്രിയിലാക്കി. പിന്നീട് അവർ സെല്ലിൽ തുടർന്നു. സെല്ലിനുള്ളിലെ നിശബ്ദതയിൽ സന മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ കഥകൾ വായിച്ചു കേൾപ്പിച്ചു. ആ വിമോചന കഥകളിൽ എല്ലാവരും ലയിച്ചിരുന്നു. കഥ അവസാനിച്ചപ്പോൾ ആ അന്തരീക്ഷം ഭക്തി നിർഭരം എന്ന പോലെ ഒരു ആദരവാൽ നിറഞ്ഞു. ആ നിമിഷം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഗാനം ജമീല പാടിത്തുടങ്ങി. അവരെല്ലാവരും ചേർന്ന് ആ വരികൾ ഏറ്റുപാടി. ഒരു നാൾ ഈ ഇരുട്ടിനെ നമ്മൾ അതിജീവിക്കും. ആകാശത്ത് സ്വാതന്ത്ര്യത്തിന്റെ സൂര്യനുദിക്കും. അവരങ്ങനെ പാടൽ തുടർന്നുകൊണ്ടിരിക്കെ ലയാലിന് പെട്ടെന്ന് പ്രസവവേദന അനുഭവപ്പെടാൻ തുടങ്ങി. അവൾ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. പക്ഷേ ആശുപത്രി കിടക്കയിൽ അവളുടെ കൈകാലുകൾ ബന്ധിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. അതും വിലങ്ങുകൾ കൊണ്ട്. ഒടുവിൽ അവളുടെ മകൻ ഈ ലോകത്തേക്ക് പിറന്നു വീണു. വേദനയ്ക്കും യാതനയ്ക്കും ഇടയിലാണ് അവൻ പിറന്നു വീണത്. അതും തടവറയുടെ ഇരുളടഞ്ഞ മതിലുകൾക്കുള്ളിലേക്ക്. എങ്കിലും ലയാൽ അവന് നൂറെന്ന് പേരിട്ടു. വെളിച്ചമെന്നർത്ഥം. തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ അമ്മ തന്റെ കുഞ്ഞിനെ സ്നേഹിച്ചു. നൂറിനെയും കൊണ്ട് സെല്ലിലേക്ക് മടങ്ങുമ്പോൾ ചില തടവുകാർ അവളെ പരിഹസിച്ചു. ഈ ലോകത്തേക്കിതാ മറ്റൊരു തീവ്രവാദി കൂടി ജനിച്ചിരിക്കുന്നു, അവർ പരിഹാസത്തോടെ പറഞ്ഞു. പക്ഷേ ലയാലൊന്നും മിണ്ടിയില്ല. അവൾ തന്റെ സെല്ലിലേക്ക് നടന്നു.
നൂറുമായി ലയാൽ തിരികെ സെല്ലിലെത്തിയപ്പോൾ അവിടെ സന്തോഷം മലതല്ലി. എല്ലാവരും ആ കുഞ്ഞിനെ മാറി മാറി കൈകളിലെടുത്തു. ചെറിയ ജനാലയ്ക്കൽ നിന്നുകൊണ്ട് ജമീല ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവമേ, നീ നൂറിനെ ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചുവല്ലോ. ദിവസങ്ങൾ കടന്നുപോയി. നൂറ സെല്ലിന്റെ മുഴുവൻ കണ്ണിലുണ്ണിയായി മാറി. ലയാൽ തന്റെ മകനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. ഏറെ സമയവും അങ്ങനെ തന്നെ ചിലവഴിച്ചു. പതിയെ നൂർ താങ്ങുപിടിച്ച് നടക്കാൻ പഠിച്ചു. ഇടയ്ക്ക് അവന് സുഖമില്ലാതെ വന്നപ്പോൾ ജയിലാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവന് ചികിത്സ ലഭിച്ചു. ആ സമയം ഷുലാമിത്ത് അപ്പോഴും അവിടെ ചികിത്സയിലുണ്ട്. ഷുലാമിത്ത് തന്റെ പഴയ പെരുമാറ്റത്തിന് ലയാലിനോട് മാപ്പപേക്ഷിച്ചു. തന്നെ രക്ഷപ്പെടുത്തിയത് ലയാലാണെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പിന്നാലെയാണ് ജയിലിൽ കുറിപ്പ് കൈമാറ്റം ചെയ്യാൻ വേണ്ടി അവരുണ്ടാക്കിയ ദ്വാരം ഉദ്യോഗസ്ഥ കണ്ടെത്തുന്നത്. ഉദ്യോഗസ്ഥ അന്ന് ജമീലയെയും മറ്റും അതിന്റെ പേരിൽ ചോദ്യം ചെയ്തു. ഫലസ്തീനികളെ വേഗത്തിൽ സെല്ലിലേക്ക് കയറ്റി. പിന്നീട് കുക്കിങ്ങിന് നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് അതൊറ്റുകൊടുത്തത് ലയാലാണെന്ന മട്ടിൽ സന ലയാലിനെ ക്രൂരമായി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ലയാൽ ഇപ്പോൾ പഴയ പോലെ ഭയപ്പെടുന്നില്ല. അവൾ ധൈര്യത്തിൽ സനയെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു. കുറിപ്പുകൾ കൈമാറാനുള്ള തങ്ങളുടെ ഒരു വഴി അടഞ്ഞതിൽ ജമീലക്ക് പ്രതിഷേധമുണ്ടായിരുന്നു. കുക്കിങ്ങിനിടയിൽ ഭക്ഷണത്തിലേക്ക് അവൾ മുളകുപൊടിയും മറ്റും ആവശ്യത്തിൽ കൂടുതലെടുത്തിട്ടു. അന്ന് ഭക്ഷണം കുളമാക്കിയതിന്റെ പേരിൽ ജമീല മർദ്ദിക്കപ്പെട്ടു. അവരുടെ ജീവിതം ജയിലിൽ വീണ്ടും മുന്നോട്ട് തുടർന്നു. ഇതിനിടയിൽ നൂറ് വീണ്ടും രോഗബാധിതനായി. ചികിത്സിക്കാൻ കൊണ്ടുപോയപ്പോൾ ഐമൻ അവിടെ വെച്ച് വീണ്ടും ലയാലിനെ കണ്ടു. നൂറിനെ പരിചരിക്കേണ്ട ചെറിയ ടിപ്പുകൾ ലയാലിന് അവൻ പറഞ്ഞുകൊടുത്തു. കൂട്ടത്തിൽ നൂറിന് കളിക്കാൻ വേണ്ടി അവനുണ്ടാക്കിയ ചെറിയൊരു കളിപ്പാട്ടവും നൽകി. അധികം വൈകാതെ നൂറിന്റെ 2ാം ജന്മദിനം എത്തി. 1000 സെല്ലിനുള്ളിൽ എല്ലാവരും ചേർന്ന് അവന്റെ ജന്മദിനം ആഘോഷിച്ചു. ഒരു റൊട്ടിക്കഷ്ണത്തിന് മുകളിൽ 2 മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു. ആ കൊച്ചു ബാലൻ ആവേശത്തോടെ അവ ഊതിക്കെടുത്തി. പഴയ തുണികൾ കൊണ്ട് തുന്നിയുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളും മരം കൊണ്ട് കൊത്തിയുണ്ടാക്കിയ പക്ഷിയുമൊക്കെ അവർ അവന് സമ്മാനമായി നൽകി. ഫലസ്തീനിയൻ ഭാഷയിൽ അവർ അവന് വേണ്ടി പാട്ടുകൾ പാടി. ഭാഷ അറിയില്ലെങ്കിലും ഷുലാമിത്തും അവർക്കൊപ്പം ചേർന്നു. പക്ഷേ റേച്ചലിനത് ഇഷ്ടപ്പെട്ടില്ല. റേച്ചൽ അവളെ തടയാൻ നോക്കി. ഷുലാമിത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. വീണ്ടും നാളുകൾ മുന്നോട്ടു നീങ്ങി. അടുത്തൊരു ദിവസം ഉച്ചഭക്ഷണ സമയത്ത് സന ടെലിവിഷനിൽ ഒരു വാർത്ത കണ്ടു. ഇസ്രായേൽ സൈന്യം വീണ്ടും ആക്രമണം തുടരുന്നു. ഇത്തവണ ലെബനോണിലാണ് ആക്രമണം കനക്കുന്നത്. നിരവധി കാഷ്വാലിറ്റീസ് വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകളും കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കാഴ്ച കണ്ട് സനയുടെ ശരീരം വിറച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ TV ഓഫ് ചെയ്തപ്പോൾ വാർത്ത കാണാൻ സന വീണ്ടും വാശി പിടിച്ചു. ഇത് കണ്ട ഇസ്രായേൽ തടവുകാർ അവിടെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. സന ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ആ ഇസ്രായേൽ തടവുകാരാകട്ടെ ഫലസ്തീനികളുടെ മരണത്തെ പരിഹസിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. ജയിലിനുള്ളിലെ വംശീയപരമായ തിരിവിനെപ്പറ്റിയും ക്രൂരതയ്ക്കെതിരെയും പ്രതികരിക്കണം എന്നന്ന് തിരികെയെത്തിയ ആ സെല്ലിൽ എല്ലാവരും തീരുമാനിച്ചു. ജയിലിനുള്ളിൽ അവർ നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ഇസ്രായേലികൾക്ക് വേണ്ടി ജയിലിൽ തങ്ങളിനി ജോലി ചെയ്യില്ലെന്ന് അവർ തീരുമാനിച്ചു. വസ്ത്രം തുന്നുകയില്ലെന്നും ഭക്ഷണം പാകം ചെയ്യുകയില്ലെന്നും അവർ ഉറപ്പിച്ചു. അന്ന് അവരുടെ സെല്ലിലേക്ക് ഓഫീസർ വന്നപ്പോൾ അവർ ധൈര്യപൂർവ്വം അത് ഓഫീസറോട് പറഞ്ഞു. അവരോട് കലഹിച്ച ഓഫീസർ നിങ്ങളൊക്കെ കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അവിടെ നിന്ന് മടങ്ങിയത്. തുറന്ന ആകാശവും അവിടുത്തെ പക്ഷികളെയും നൂർ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. റിഹാൻ അവന് പക്ഷികളുടെയും കുതിരകളുടെയും നിഴൽ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത് അതിനെയൊക്കെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. തന്റെ മകന്റെ ജീവിതം ഇങ്ങനെയാകേണ്ടിയിരുന്നില്ലല്ലോ എന്നോർത്ത് ലയാൽ വിതുമ്പുന്നുണ്ടായിരുന്നു. ഫലസ്തീനികളുടെ നിരാഹാര സമരം തുടരുന്നതുകൊണ്ട് ഇസ്രായേലി തടവുകാർ ദേഷ്യത്തിലായിരുന്നു. ജോലികൾ അവർ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. ഷുലാമിത്തിന് ജയിലറുടെ മുറി ക്ലീൻ ചെയ്യാൻ പോവേണ്ടി വന്നിരുന്നു. ജയിലർ അപ്പോൾ TV-യിൽ വാർത്ത കാണുകയായിരുന്നു. ഷുലാമിത്ത് അവസരം മുതലെടുത്ത് അവിടുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ മോഷ്ടിച്ചു. അത് ലയാലിന്റെ സെല്ലിലേക്ക് എത്തിച്ചു കൊടുത്തു. അവരാ പത്രം വായിച്ചു. അവരുടെ ഇടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയെപ്പറ്റി വംശഹത്യയെപ്പറ്റി അതിൽ രേഖപ്പെടുത്തിയിരുന്നു. സനയ്ക്ക് സഹിക്കാൻ സാധിച്ചില്ല. സന അലറി വിളിച്ചു. തന്റെ കുടുംബമടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് സനക്ക് ബോധ്യം വന്നിരുന്നു. തന്നെ വിടാനും തനിക്ക് തന്റെ കുടുംബത്തിന്റെ മൃതദേഹം അടക്കം ചെയ്യണമെന്നും അവൾ ദേഷ്യത്തിലും സങ്കടത്തിലും അലറി. എന്തിനാണ് എന്റെ നാട്ടുകാരെ ഒരു കാര്യവുമില്ലാതെ കൊന്നിനെന്ന് ചോദിച്ച് അവൾ പ്രതിഷേധിച്ചു. അവളുടെ ആ വേദനയിൽ ജയിൽ മുഴുവനായും തന്നെ നിശബ്ദമായി. രാത്രിയിൽ തടവുകാർ തീപ്പന്തങ്ങൾ കത്തിച്ച് പ്രതിഷേധിച്ചു. ഉടനെ തന്നെ അധികൃതർ ഫലസ്തീനികളെ വെവ്വേറെ സെല്ലുകളിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. ലയാലിനെയും നൂറിനെയും മറ്റൊരു സെല്ലിലേക്ക് മാറ്റി. ഭയന്നുകരയുന്ന നൂറിനെ ആശ്വസിപ്പിക്കാൻ ലയാൽ അവന്റെ പ്രിയപ്പെട്ട മരപ്പക്ഷി കളിപ്പാട്ടം കൊടുത്തു. ആ പക്ഷി കയ്യിൽ പിടിച്ചു തന്നെ അവൻ ഉറങ്ങിപ്പോയിരുന്നു. സ്വപ്നത്തിൽ എന്ന പോലെ അവന്റെ കയ്യിലിരുന്ന ആ മരപ്പക്ഷി ഒരു യഥാർത്ഥ പക്ഷിയായി മാറി. സ്വതന്ത്രമായ ലോകത്ത് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ
വേഗത്തിൽ അവൻ ജയിലിന്റെ ഇരുട്ടിൽ വളരുകയായിരുന്നു. പക്ഷേ ആ പക്ഷി രൂപപ്പെട്ടത് ലയാലിന്റെ ഒരു തോന്നൽ മാത്രമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ജയിലർ ലയാലിനരികിലെത്തി ശേഷം പറഞ്ഞു, നിന്റെ മകൻ ഇപ്പോൾ 2 വയസ്സായില്ലേ? ജയിൽ നിയമപ്രകാരം ഇനി ഇവനെ ഇവിടെ നിർത്താൻ കഴിയില്ല. അത് ജയിലറുടെ ഒരു ഭീഷണിയായിരുന്നു. ലയാൽ സ്ട്രൈക്ക് തുടർന്നാൽ മകനെ അകറ്റുമെന്ന ഭീഷണി. പക്ഷേ മകനെ വിട്ടുപിരിയാൻ ലയാലിന് കഴിവുണ്ടായിരുന്നില്ല. സമരത്തിലായതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണമൊന്നും ലഭിച്ചിരുന്നില്ല. ശുലാമിത്ത് രഹസ്യമായി ലയാലിനരികിൽ കുറച്ച് ഭക്ഷണം കൊടുത്തു. നൂറിന് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അത്. കൂട്ടത്തിൽ അവൾ പറഞ്ഞു, വൈകാതെ ഞാൻ മോചിതയാവാൻ പോവുകയാണ്. ഇനി ഒരിക്കലും മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് ഞാൻ മടങ്ങില്ല. അത് നിനക്ക് ഞാൻ വാക്ക് തരാം. പക്ഷേ പോക്കറ്റടി ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അത് കേട്ട് ലയാൽ ചിരിച്ചു. യാത്ര പറഞ്ഞ് ശുലാമിത്ത് പോവുകയും ചെയ്തു. ശുലാമിത്ത് പോകുന്നതിനു മുമ്പ് ലയാലിന്റെ അടുക്കൽ ഒരു കുറിപ്പ് കൊടുത്തിരുന്നു. ഐമൻ ലയാലിനായി കൊടുത്തുവിട്ട ഒരു കുറിപ്പായിരുന്നു അത്. നൂറിന്റെയും നിന്റെയും ആരോഗ്യം നോക്കണം. ഞങ്ങളും ഇവിടെ സ്ട്രൈക്ക് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരോടും അത് അറിയിച്ചേക്കൂ എന്നായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. ലയാലിന് ഐമാന്റെ കരുതൽ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അടുത്ത ദിവസം ലയാലിന്റെ അതേ സെല്ലിലേക്ക് റിഹാൻ കൊണ്ടുവരപ്പെട്ടു. റിഹാൻ വലിയ ദുഃഖത്തിലായിരുന്നു. റിഹാന്റെ മകൾക്ക് സുഖമില്ല. പക്ഷേ സ്ട്രൈക്കിലായതുകൊണ്ട് തന്നെ അവരെ കാണാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ റിഹാൻ കരഞ്ഞു. കൂട്ടത്തിൽ താൻ ഇനി ഈ സ്ട്രൈക്കിൽ തുടരുന്നില്ലെന്നും തങ്ങൾ അമ്മമാരാണ്, തങ്ങൾക്കിതിങ്ങനെ തുടരാൻ പറ്റില്ല, ആസനയ്ക്കും മറ്റും നഷ്ടപ്പെടാൻ ഒന്നുമില്ല, അവർക്ക് എന്തു വേണമെങ്കിലും ആവാം എന്ന മട്ടിലൊക്കെ റിഹാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ റിഹാനൊപ്പം ചേർന്ന് സ്ട്രൈക്ക് വിടുവാൻ ലയാനും തീരുമാനിച്ചു. ലയാൽ റിഹാനൊപ്പം പണിക്ക് ചെന്നു. പക്ഷേ അവൾ ഭക്ഷണം നൂറിനായി എടുത്തതേയുള്ളൂ. അവൾ അവളുടെ സ്ട്രൈക്ക് രഹസ്യമായി തുടർന്നു. ജോലി കഴിഞ്ഞെത്തിയാൽ ലയാൽ നൂറിനെ പുറം ലോകത്തെപ്പറ്റി ചിത്രങ്ങൾ വരച്ചു പഠിപ്പിക്കും. മഴയെക്കുറിച്ചും വീടിനെക്കുറിച്ചും എല്ലാം അവൾ അവന് പറഞ്ഞുകൊടുത്തു. നൂറിനെ സംബന്ധിച്ച് ആ ജയിലായിരുന്നു അവന്റെ വീട്. വർഷങ്ങൾക്ക് ശേഷം ഫരീദ് ജയിലിൽ നൂറിനെ കാണാൻ വന്നു. ആദ്യമായാണ് അവൻ അവന്റെ അച്ഛനെ കാണുന്നത്. അവൻ സന്തോഷവാനായെങ്കിലും ലയാൽ ഫരീദിനോട് രോഷം പ്രകടിപ്പിച്ചു. 2 വർഷമായി ഫരീദ് ഒരു കത്ത് പോലും അയച്ചിട്ടില്ല. അവന്റെ കുഞ്ഞിനെ കാണാൻ പോലും വന്നിട്ടില്ല. ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് പോലുമില്ല. ഇപ്പോൾ വന്നിരിക്കുന്നു, എന്നിട്ട് സ്നേഹമുണ്ടെന്ന് പറയുന്നു. അത് അംഗീകരിക്കാൻ ലയാലിന് പറ്റില്ലായിരുന്നു. ഫരീദിനും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ലയാൽ പറഞ്ഞു, ഇനി നിങ്ങളുടെ സ്നേഹമോ ഒന്നും ആവശ്യമില്ല, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. അവൾ നൂറുമായി ജയിലിനകത്തേക്ക് മടങ്ങി. അടുത്ത ദിവസം ലയാൽ ഒരു കാഴ്ച കണ്ടു. തന്റെ കയ്യിലുണ്ടായിരുന്ന പൊട്ടിയ കണ്ണാടി ചില്ല് വെച്ചായിരുന്നു അവളത് നോക്കിക്കണ്ടത്. റിഹാൻ അവിടുത്തെ ഗാർഡുകളോട് സൗഹൃദ രീതിയിൽ സംസാരിക്കുന്നു. അവൾക്ക് സിഗരറ്റ് പോലെന്തോ സമ്മാനമായി കിട്ടുന്നു. തങ്ങളുടെ കൂട്ടത്തിലെ ചാരവനിത റിഹാനാണെന്ന് ലയാൽ ആ സമയം തിരിച്ചറിഞ്ഞു. അവൾ പേടിയോടെ തന്റെ മകനെ നോക്കി. താൻ രഹസ്യമായി സ്ട്രൈക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവരം ആകെ അറിയാവുന്നത് റിഹാനാണ്. റിഹാൻ അത് ഗാർഡുകളോട് പറഞ്ഞാൽ ജയിലറെത്തി നൂറിനെ കൊണ്ടുപോകും. പക്ഷേ അവൾ ധൈര്യം സംഭരിച്ചു. പുറം ലോകത്തെപ്പറ്റിയും ബന്ധുക്കളെപ്പറ്റിയും അവൾ റിഹാന് പഠിപ്പിച്ചു കൊടുത്തു. അധികം വൈകിയില്ല. ലയാൽ പ്രതീക്ഷിച്ചത് സംഭവിച്ചു. ജയിലറും സംഘവും എത്തി ബലം പ്രയോഗിച്ച് നൂറിനെ ലയാലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അമ്മയെന്ന അവന്റെ വിളി ആ തടവറയിൽ മുഴങ്ങിക്കേട്ടു. ലയാൽ തകർന്നുപോയിരുന്നു. ഇതേ സമയം തടവ് പുള്ളികൾ അടുത്ത ഘട്ടത്തിലേക്ക് തങ്ങളുടെ സമരം മാറ്റുകയായിരുന്നു. സെല്ലിൽ നിന്നും ഒച്ചയുണ്ടാക്കി അവർ സമരം ആരംഭിച്ചതോടെ ജയിലർ അവരെ പുറത്ത് ഗ്രൗണ്ടിലേക്ക് ഇറക്കി. അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്ന ലയാൽ സനയുടെ അടുക്കൽ റിഹാൻ ഒറ്റുകാരിയാണ് എന്ന സത്യം പറഞ്ഞു. സനയും റിഹാനും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ആരംഭിക്കാൻ പോയതായിരുന്നു. സനയെ കൊല്ലാൻ വേണ്ടി ആയുധമെടുത്ത് റിഹാൻ മുന്നിട്ട് വരെ ചെന്നു. മറ്റുള്ളവർ ഇടപെട്ട് അവളുടെ ആയുധം താഴെ വീഴ്ത്തി. അവിടെ ഒരു പ്രശ്നം തന്നെ ഉടലെടുത്തു. റിഹാൻ തള്ളിമാറ്റപ്പെട്ടു. റിഹാനെതിരെ ജമീല ഓടിയെടുത്തതും പെട്ടെന്നൊരു വെടിയൊച്ച മുഴങ്ങി. ഒരു ഇസ്രായേലി പട്ടാളക്കാരൻ ജമീലയെ വെടിവെച്ചു വീഴ്ത്തിയിരുന്നു. ഏവരും ഞെട്ടലോടെയായിരുന്നു അത് നോക്കിക്കണ്ടത്. ജമീല കൊല്ലപ്പെട്ടു. ജമീലയുടെ സഹോദരി ജമീലയുടെ മൃതദേഹം താങ്ങിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ലയാലെത്തി അവളെ ആശ്വസിപ്പിച്ചു. ഫലസ്തീൻ തടവുപുള്ളികൾ വീണ്ടും സെല്ലിനകത്തേക്ക് നീക്കം ചെയ്യപ്പെട്ടു. അവിടെ നടക്കുന്ന ബഹളങ്ങൾ മതിലിന് മറുവശത്ത് നിന്ന് ആണുങ്ങളുടെ തടവറയിലുള്ളവരും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അകത്തേക്ക് കടന്നതും ഉദ്യോഗസ്ഥരെ പുറത്താക്കി ഫലസ്തീൻ തടവുകാർ വാതിലടച്ചു. അവർ അവിടെ നിന്ന് പ്രതിഷേധം ആരംഭിച്ചു. ആണുങ്ങളുടെ തടവറകളിലും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനിടയിൽ അന്ന് മോചിതയാവാൻ നിന്ന ശുലാമിത്ത് ജയിലറുടെ റൂമിൽ കടന്നു. അവിടെ നിന്ന് റേച്ചൽ എന്ന അഡ്വക്കേറ്റിന് ഫോൺ ചെയ്തു. ജയിലിൽ പ്രശ്നങ്ങൾ കലുഷിതമാവുകയായിരുന്നു. ജയിലർ ആർമിയെ വിളിച്ചു വരുത്തി. അവർ പ്രതിഷേധം ഇല്ലാതാക്കുവാനും അവരുടെ നീക്കങ്ങളെ തടയുവാനും വേണ്ടി വലിയ തോതിൽ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ആ പോരാളികൾ തളർന്നു വീണു. ശുലാമിത്ത് വഴി
വഴി ആ വിവരം പുറത്തെത്തി. വാർത്തകളിൽ അത് സ്ഥാനം പിടിച്ചു. ലയാലിന്റെ അഡ്വക്കേറ്റ് കൊല്ലപ്പെട്ട ജമീലയെപ്പറ്റി ചോദിച്ച് ജയിലിലെത്തി. ജയിലറുമായി വലിയ വഴക്ക് തന്നെ ഉണ്ടാക്കി. പക്ഷേ ജയിലർക്കൊരു കൂസൽ പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് ടിയർ ഗ്യാസിനാൽ ബാധിക്കപ്പെട്ട എല്ലാ തടവുപുള്ളികളും ചികിത്സയ്ക്കായി മാറ്റപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ വെച്ച് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന അയ്മൻ ലയാലിന്റെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തു. ലയാൽ ആ കുറിപ്പ് വായിച്ചു. 6 ഇസ്രായേലി പട്ടാളക്കാർ ഫലസ്തീൻ പോരാളികളുടെ കയ്യിൽപ്പെട്ടിട്ടുണ്ട്. അവരെ തിരികെ വിടണമെങ്കിൽ ഇസ്രായേൽ അന്യായമായി തടവിൽ വെച്ചിരിക്കുന്ന സാധാരണ തടവുകാരെ മോചിപ്പിക്കാൻ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ കുറിപ്പ് വായിച്ചതും ലയാലിനൊരു ആശ്വാസം തോന്നി. അങ്ങനെ ആ ഒരു ദിവസം വന്നെത്തി. ഫലസ്തീൻ പോരാളികൾ വെച്ച് കരാറിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് തടവുപുള്ളികളെ വിടുവാൻ വേണ്ടി ഇസ്രായേൽ തീരുമാനിച്ചു. അവരുടെ പേരും വിളിക്കപ്പെട്ടു. വർഷങ്ങളായി ജയിലിൽ കഴിഞ്ഞവർക്കായിരുന്നു ഇത്തവണ നറുക്കു വീണിരുന്നത്. ലയാലിന്റെ പേര് അതിലുണ്ടായിരുന്നില്ല. സനയും മറ്റുള്ളവരും അവിടെ നിന്ന് പോവാൻ പോകുന്നു. ലയാൽ വീണ്ടും തനിച്ചാകുന്നു. പോകുന്നവർ ലയാലിനരികിലെത്തി യാത്ര പറഞ്ഞു. സ്വയവും കൂടെയുള്ളവരെയും സംരക്ഷിക്കാനും ആവശ്യപ്പെട്ടു. ലയാൽ അവിടെ ബാക്കിയുണ്ടായിരുന്ന ഫലസ്തീനിയൻ പെൺകുട്ടികളുടെയൊപ്പം തന്റെ ജീവിതം മുന്നോട്ട് തുടർന്നു. അവർക്കായി സന വായിച്ചു കൊടുക്കുമായിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ കഥ പറഞ്ഞുകൊടുത്തു. അവരിൽ ജീവിക്കാനുള്ള പ്രതീക്ഷകൾ നിലനിർത്തി. വർഷങ്ങൾ വീണ്ടും മുന്നിലേക്ക് കുതിച്ചു. മകന്റെ ഓർമ്മയിൽ മകനായി ചിത്രങ്ങൾ വരച്ചിരുന്ന ആ ഭിത്തി നിരവധി ചിത്രങ്ങളാൽ നിറഞ്ഞു. ഒടുവിൽ ലയാലിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയായി. ശിക്ഷയാരംഭിച്ച് 3000 ദിവസം പിന്നിട്ട് ആ രാത്രി അവളുടെ തടവറ ജീവിതം അവസാനിച്ചു. അവൾ മോചിതയായി പുറത്തിറങ്ങി. ദൂരെ നിന്ന് അമ്മയെന്ന വിളി അവളുടെ കാതുകളിൽ പതിച്ചു. നൂർ ഓടി വരുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ലയാൽ തന്റെ പ്രിയപ്പെട്ട മകനെ കെട്ടിപ്പിടിച്ചു. ആ ദൃശ്യത്തിൽ യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കപ്പെട്ട ഈ ചലച്ചിത്രം അവസാനിക്കുകയാണ്. സിനിമ അവസാനിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. 1948 മുതൽ അതുവരേക്കും 7 ലക്ഷത്തിലധികം നിരപരാധികളായ ഫലസ്തീനികളെ ഇസ്രായേൽ തടവിലാക്കിയിട്ടുണ്ട്. 1983 ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ 6 ഇസ്രായേലി സോൾജേഴ്സിന് പകരമായി വിലപേശി 4765 നിരപരാധികളെ മോചിപ്പിച്ചു. ഇസ്രായേലിൽ തടവിൽ കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ അന്നത്തെ യഥാർത്ഥ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചലച്ചിത്രം അവസാനിക്കുന്നത്. യുദ്ധം എല്ലാ കാലത്തും എല്ലാ ജനതയ്ക്കും മോശം അനുഭവം മാത്രമാണ്. യുദ്ധത്തിൽ വിജയിക്കുന്നവരില്ല എന്നതാണ് പരമമായ സത്യം. അധികാരവർഗങ്ങൾ പോരടിക്കുമ്പോൾ നഷ്ടം സാധാരണ മനുഷ്യനു മാത്രമാണ്. ഇനിയുള്ള കാലം സമാധാനമുള്ള ഒരു ലോകം പിറക്കുമോ എന്നാശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഏവരും ഒന്നിച്ച സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു ലോകം സ്വപ്നം കണ്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.